recipes20 സ്വാഗതം. നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്മയമുള്ളൊരു ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. കപ്പയെല്ലാം കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ചതച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സവോള സ്ലൈസായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടാം. നമുക്ക് അതിനുവേണ്ട പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. അതിന് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന 3/4 കിലോ ബീഫ് നെയ്യോട് കൂടിയുള്ളതാണ്. അതിലേക്ക് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നല്ലപോലെ യോജിപ്പിച്ച നമ്മുടെ ഈ കൂട്ടെല്ലാം കൂടെ നമുക്ക് കുക്കറെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇറച്ചിയെല്ലാം കുക്കറിൽ നിന്നൊന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അതിന് ഞാൻ ആവശ്യത്തിന് കപ്പയ്ക്ക് അനുസരണം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് നമ്മൾ കപ്പ വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. കപ്പ വേകുന്ന സമയത്ത് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കാമുറി തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു 8 ടേബിൾ സ്പൂണോളം വരും. അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും പച്ചമുളക് ഒരു 5 അല്ലെങ്കിൽ 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അന്നേരം എരിവ് കുറയ്ക്കണം എന്നുള്ളവർക്ക് ഒരു 4 എണ്ണം ഇട്ടേച്ചാൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക. അരഞ്ഞു പോകാണ്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചിയും കപ്പയും എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിന് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കറിവേപ്പില ആവശ്യത്തിനിടാം. ഇനി നമ്മുടെ ഈ കൂട്ടിലേക്ക് നമ്മുടെ വെന്ത ബീഫ് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ആ ബീഫിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇടാം. കപ്പയുടെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടാം. നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഗരം മസാല, നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതുകൂടെ നമ്മുടെ അരപ്പിൻ്റെ മുകളിലേക്ക് ഇടുക. നമ്മുടെ ഈ കൂട്ട് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ കപ്പയും ബീഫും കൂടെ ഉള്ള കൂട്ട് നല്ല രീതിയിൽ ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇച്ചിരി നെയ്മയമുള്ള ബീഫ് എടുക്കണമെന്ന് മാത്രം. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം.